നമസ്കാരം. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. This is Devika. This is Amita. We will be your hosts for this day. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വിളംബരം ചെയ്തുകൊണ്ട് പൂക്കളവും പൂവിളിയുമായി വീണ്ടും ഒരു ഓണക്കാലം വരവായി. ഓണം മലയാളികളുടെ സംസ്ഥാന ഉത്സവമാണ്. ലോകത്തിലെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതി മത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു. Onam is the harvest festival of Kerala. The festival falls in the Malayalam month Chingam, the commemoration of Vamana avatars of Vishnu and the subsequent homecoming of mythical king Mahabali. Irrespective of age, religion and occupation, people of Kerala celebrate Onam with great joy. We welcome all of you to Cambridge Malayali Association 2016 Onam celebration. Now let's start our program. Let's begin it with welcoming the Mahabali. Let me invite Manju Binoy and team to welcome Mahabali. I'm sure you're happy seeing the Mahabali. I can see that happiness in your face. Now let's start the official inauguration ceremony of Cambridge Malayali Association 2016. I would like to welcome Cambridge Malayali Association President Mr. Ranjit Kumar onto the stage. I would like to invite Secretary Mr. Roji Moncherin onto the stage. May I request a special guest, Reverend Father Philip, onto the stage. We do always start the program with the prayer. May I kindly invite Saji Abraham to the stage for the prayer. I also request everyone to stand up as a respect to this prayer. വന്ദനം സദത വന്ദനം 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 സദത വന്ദനം തൂകണേ
May I kindly request all other executive members of Cambridge Malayali Association to come onto the stage. Good afternoon, everyone. Cambridge Malayali Association ആറാമത് ഓണാഘോഷ പരിപാടിയിലേക്ക് കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ ക്ഷണപ്രകാരം എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഫാദർ, പ്രത്യേകിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചെറിയ ഇൻ്റർനെല്ലാണ് അച്ഛൻ സർവീസ് ചെയ്യുന്നത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അച്ഛനെ ഇവിടെ എത്തുവാനും നമ്മുടെ പരിപാടികൾക്ക് പങ്കെടുക്കുവാനും ഒത്തിരി സന്തോഷമായിട്ട് കറക്റ്റ് ടൈമിന് മുൻപേ അച്ഛനോട് എത്തി. അതിലേക്ക് എനിക്കൊത്തിരി സന്തോഷം ചെയ്യുന്നു. അതുകൊണ്ട് അച്ഛനെയും ഫാദർ ഫിലിപ്പിനെയും ഞാനിതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് രഞ്ജിത്ത് തിയേറ്ററിൻ്റെ ആരോഗ്യാവസ്ഥ അത്ര അല്ലെങ്കിലും ഇന്നത്തെ രഞ്ജിത്ത് തിയേറ്ററിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഇന്നലെയും മിനിഞ്ഞാനൊക്കെ ഹോസ്പിറ്റലിലായിരുന്നു, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ആത്മാർത്ഥമായിട്ട് അത്ര ഡെഡിക്കേഷനായിട്ട് നമ്മുടെ പരിപാടി വളരെ ഭംഗിയായിട്ട് പോകണം, എൻ്റെ ആ വിഭാഗത്തിൽ ഇതൊന്നും കുറവൊന്നും വരുത്തരുത് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് ടെലികോസ്റ്റ് ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും നമുക്ക് മുൻകൈ തരികയും ആ A to Z, അതായത് എന്തായി എവിടെയായി എല്ലാവരെയും വിളിക്കുവാനും പറയാനും ഒക്കെ വളരെ ആക്റ്റീവായിട്ട്, ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും ആ നല്ല മനസ്സുള്ള രഞ്ജിത്ത് ചേട്ടനെയും പ്രസിഡന്റ് രഞ്ജിത്ത് ചേട്ടനെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരുപാട് പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുവാനായിട്ട് സിംഗിൾ സോങ്സ്, അതുപോലെ തന്നെ ഗ്രൂപ്പ് സോങ്സ്, അതുപോലെ തന്നെ സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, സ്റ്റേജ് എല്ലാ പരിപാടിയായിട്ട് ഒരുപാട് കുട്ടികളും വലിയവരും വളരെ ഹാർഡ് വർക്ക് ചെയ്ത്, എല്ലാവർക്കും അറിയാവുന്നതാണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സമയമെല്ലാം കണ്ടെത്തി അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പ്രോഗ്രാംസുമായിട്ട് ഒരുപാട് പേര് കുട്ടികൾ ഇവിടെയുണ്ട്. അവരെ എല്ലാവരെയും അവരുടെ ഫാമിലിയെയും അവരുടെ എല്ലാവരെയും ഞാൻ ഇതിൽ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമുക്ക് വേണ്ടി വളരെ വിഭവസമൃദ്ധമായ സ്വാദിഷ്ടമായ ഭക്ഷണം നമ്മുടെ ബനാന ലീഫിൽ ഫുൾ വെജിറ്റേറിയൻ ഫുഡ് വളരെയധികം നമുക്ക് വേണ്ടി ഒരുക്കി ഇവിടെ കാത്തിരിപ്പുണ്ട്. അതിതാമസിയായി നമ്മളത് കഴിക്കും. സോ അതിനുവേണ്ടി മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഇതിലേക്ക് എൻ്റെ ഹൃദയപരമായ പേരിലും കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓണപരിപാടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, സമ്പത്തിന്റെയും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും അതുപോലെ തന്നെ സന്തോഷം, പിന്നെ സമൃദ്ധി, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഓണം. അതിനുവേണ്ടി പഴയ ഓണപ്പാട്ടുകൾ, പുതിയ ഓണപ്പാട്ടുകൾ എല്ലാം ഒത്തിറങ്ങി ഇവിടെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന കോട്ടയം ജോയെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഐക്കോൺ മാവേലി ആയിട്ടിവിടെ വിഷം കെട്ടിയിരിക്കുന്ന നമ്മുടെ മനോജിനെ ഇതിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് എൻ്റെ പേരിലും ഇവിടെ കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. കാരണം പുള്ളി
എല്ലാവരെയായിട്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരും, ഞാൻ മാത്രമല്ല, എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരെ പ്രത്യേകം ഒരിക്കൽ കൂടി, അതുപോലെ തന്നെ നമ്മുടെ ആങ്കേഴ്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന യങ് ടാലന്റ് ബ്യൂട്ടിഫുൾ ഗേൾസ് ഉണ്ട്. അവരുടെ സകല പ്രവർത്തനം നമുക്ക് വേണ്ടി ഇനി മുന്നോട്ട് തെളിക്കും. സോ സം ഗസ്റ്റ്, English guest, my friend Mr. Joseph Tucker is my guide and trainer as well, and Ian ഉണ്ട് ഗുണ്ടുവേലി. ഇതിലേക്ക് ഞാൻ ഹർദ്ദമായിട്ട് സ്വാഗതം ചെയ്യാണ്. റിയലി so once again I am saying all of you from the bottom of my heart, thank you so much for your help, support, attention, care and cooperation. Thank you. May I request the Cambridge Malayali Association President Mr. Ranjit Kumar to come forward and deliver the presidential speech. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സ്റ്റേജിലേക്ക് ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ഫിലിപ്പ് റോജിമോൻ, പിന്നെ മറ്റ് ഭാരവാഹികൾ, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, കൂടാതെ ഈ പരിപാടി ഇപ്പം നമ്മളിപ്പോൾ ഒരു 4-5-6 മണിക്കൂർ കൊണ്ട് ഇത് തീരുമല്ലോ. പക്ഷെ ഇതിനുവേണ്ടി ദിവസങ്ങളോളം അല്ല മാസങ്ങളോളം കഷ്ടപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെ ഡാൻസ് പ്രിപ്പയർ ചെയ്യുക, മറ്റുള്ള കലാപരിപാടികൾ നടത്തുക, അത്ര നിസ്സാര കാര്യമില്ല. രാത്രിയും പകലും മെനക്കെട്ടാണ് ഇത്. നമ്മളിപ്പോൾ 5-6 മണിക്കൂർ കൊണ്ട് തീരുമെങ്കിലും ഇതിൻ്റെ പുറകിലുള്ള അധ്വാനം വളരെ ഇതാണ്. അവരെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ 3ാമത്തെ തവണയാണ് കേംബ്രിഡ്ജ് മലയാളി സ്റ്റേഷൻ പ്രസിഡന്റായിട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. 3ാമത്തെ തവണ. ഈ തവണ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഓർത്തതല്ല ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുന്നു. കാരണം സാധ്യത വളരെ വിരളമായിരുന്നു. 2 കാര്യമുണ്ട്. ഇത്തവണ ആരോഗ്യമായ കാരണം കൊണ്ട് എനിക്ക് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറ്റില്ലായിരുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ ആരും ഈ സ്ഥാനത്തിലേക്ക് മുന്നോട്ട് വരാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണ് ഏറ്റെടുത്തത്. പിന്നെ മറ്റൊരു സാഹചര്യങ്ങൾ എല്ലാവർക്കും നമുക്കറിയാം. ഇതൊരു അത്ഭുതമാണ്. ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കാണുന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും അത്ഭുതം തന്നെയാണ്. അധികം പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. എനിവേ ഞാൻ വളരെ സന്തോഷമാണ്. എനിക്ക് സാധാരണ ഓണം മെസ്സേജ്, അതാണ് ഞാൻ പറയേണ്ടത്. അതൊരു ക്ലീഷയാണ്. കാരണം എല്ലാ വർഷവും ഏതാണ്ട് ആൾമോസ്റ്റ് സെയിം കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഓണം, സമത്വം, മഹാബലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. അതിപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്നൊക്കെ പടി ഇറങ്ങി പോയാൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത എല്ലാ അവസരങ്ങളുണ്ട്. നമ്മുടെ ബാല്യം നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല, ഒരിക്കലും കിട്ടില്ല. ആ ബാല്യത്തായിരുന്നു ഞാൻ മാത്രമല്ല, നമ്മുടെ എല്ലാവരും തന്നെ ഓണമൊക്കെ ആഘോഷിച്ചത് ആ കാലഘട്ടങ്ങളായിരുന്നു. അതിൽ നിന്ന് ഇപ്പം അതൊരു ഓർമ്മ മാത്രമാണ്. ആ നല്ലൊരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഇപ്പം നമുക്ക് ഇത്രയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് എന്താ ഓണമെന്ന് വെച്ച് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അവർക്കൊരു ചെറിയ ഐഡിയ ഉണ്ട്. എല്ലാ വർഷത്തിലും CMA മറ്റ് അസോസിയേഷൻകാർ ഓണം ആഘോഷിക്കുന്നു, തിരുവാതിര കാണുന്നു, പൂക്കളം ഇടുന്നു. ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ട് ഓണം എന്താണെന്ന്. അതാണ് ഇപ്പം ബേസിക്കായിട്ട് ഇപ്പം എല്ലാ അസോസിയേഷനുകളും ഒത്തിരി പേര് ഓണം ആഘോഷിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഇത് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പുതിയ തലമുറയ്ക്ക് നമ്മുടെ മലയാളത്തിൻ്റെ ഭാഗമായ ഓണം എന്താണെന്ന് മനസ്സിലാക്കാൻ അവസരമാണ്. എന്തായാലും ഞാൻ അധികം സംസാരിക്കുന്നില്ല. എന്നെ ഒത്തിരി കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഐറ്റം വൈസ് അല്ലെങ്കിൽ ഒന്നായിട്ട് ഞാൻ ആരോടൊന്നും പറയുന്നില്ല. എന്നാലും പൊതുവായിട്ട് എല്ലാവർക്കും നന്ദി. നല്ല നമസ്കാരം. May I kindly request the special guest, Father Philip, for a felicitation. സ്നേഹനിറഞ്ഞ സ്നേഹനിറഞ്ഞ സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ നന്മകളും ഏറെ സ്നേഹത്തോടുകൂടെ ഞാൻ ആശംസിക്കുകയാണ്. അത്തപ്പൂക്കളമൊക്കെ കാണുമ്പം നാട്ടിലെത്തിയ ഒരു സന്തോഷം. 2 വർഷമേ ആയുള്ളെങ്കിലും നാടിനെ നഷ്ടമാകുന്ന വലിയ അവസരങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഓർമ്മയുടെ അവസരമാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഓണം വരുന്നുള്ളൂ എങ്കിലും
അതിനെ മുൻകൂട്ടി നമുക്ക് ആഘോഷിക്കാനായിട്ട് കഴിയുന്നതും വലിയൊരു കാര്യമാണ്. അതേ ദിവസം നമുക്ക് ആഘോഷിക്കാനായിട്ട് പറ്റത്തില്ലാത്തത് കൊണ്ട് ഒരു കാര്യം മാത്രമാണ് എനിക്ക് ഈ ഓണത്തിൻ്റെ സന്ദേശമായിട്ട് പറയാനുള്ളത്. ഓണം ഒരു ഓർമ്മയും ഒരു പ്രത്യാശയുമാണ് എന്നാണ് എൻ്റെ ചിന്ത. ഓർമ്മ എന്ന് പറഞ്ഞത് രഞ്ജിച്ചേട്ടൻ തന്നെ പറഞ്ഞതുപോലെ കുട്ടിക്കാലത്തിലേക്ക് തിരിഞ്ഞുപോയി എത്ര വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ അവസരമായിരുന്നു എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. അതിന് മുമ്പുള്ളവർക്ക് ഇത് തീർച്ചയായിട്ടും അവരുടെ വയറൊക്കെ നിറയ്ക്കാനുള്ള ഒരു നല്ല അവസരമായിരുന്നു. പാവപ്പെട്ട മനുഷ്യർക്ക്, അതുപോലെ തന്നെ അധ്വാനിച്ചുകൊണ്ടിരുന്നവർക്ക് ആ അധ്വാനത്തിൽ നിന്നൊക്കെ മാറി നന്നായിട്ട് ഭക്ഷണം കഴിക്കാനും എല്ലാവരും ഒത്തുചേരുവാനും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചുകൊണ്ട് ഒത്തുചേരുന്ന ഒരു വലിയ അവസരമായിരുന്നു ഓണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അതിന് എത്രമാത്രം വിലയുണ്ട് എന്ന്, അല്ലെ വില കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതും നല്ലതാണ്. നാട്ടിലിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പട്ടിക്കും കന്നുകാലിക്കും ഒക്കെയാണ് വില കൂടുതൽ. മനുഷ്യന് വിലയില്ലാതായി പോകുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് മനുഷ്യരുടെ വലിയ സാഹോദര്യത്തെ നമുക്ക് തിരിച്ചറിയാനും മനുഷ്യരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് കഴിയേണ്ട ഒരു വലിയ ഒരു പ്രാധാന്യം ഓണം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ും
Oh,